നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വീഡിയോയിൽ നമ്മുടെ 10th ലെവൽ തൊട്ട് ഡിഗ്രി ലെവൽ വരെയുള്ള എല്ലാ പരീക്ഷകളിലും ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. അതിനു മുന്നേ നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്: T20 ക്രിക്കറ്റില് 12,000 റൺസ് പൂർത്തിയാക്കിയ ആദ്യത്തെ ഇന്ത്യൻ താരം ആരാണ്? അപ്പൊ ഉത്തരം അറിയാന്നുള്ളവരെ കമന്റ് ബോക്സിൽ കമന്റ് ഇടുക. ഓപ്ഷൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്: രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ശിഖർ ധവാൻ, ലോകേഷ് രാഹുൽ. അപ്പൊ ഈ പറയുന്നവരിൽ ആരാണ് T20 ക്രിക്കറ്റില് 12,000 റൺസ് പൂർത്തിയാക്കിയ ആദ്യത്തെ ഇന്ത്യൻ താരം എന്നാണ് നിങ്ങൾക്കുള്ള ചോദ്യം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉത്തരങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് കമന്റ് ബോക്സിൽ കമന്റ് അയച്ചിടുക. അപ്പൊ നമുക്ക് എന്തായാലും ആദ്യത്തെ ചോദ്യം, നമ്മുടെ കറണ്ട് അഫയേഴ്സിലെ ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ ആസ്പദമാക്കി അടുത്തിടെ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ പേരെന്താണ്? നമുക്കറിയാം ബ്രഹ്മപുരം ഇഷ്യൂവിനെ കുറിച്ചൊക്കെ നമുക്കറിയാലേ. കൊച്ചിയില് വേസ്റ്റ് ഒക്കെ കൂട്ടിയിട്ട് കത്തിക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെടുത്തി വിഷപ്പുക വരുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ബ്രഹ്മപുരം ഇഷ്യൂ. അപ്പൊ ഈ പറയുന്ന ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഈ അടുത്തിടയ്ക്ക് പുറത്തിറങ്ങിയ പുസ്തകത്തിന്റെ അല്ല, സിനിമയുടെ പേര് എന്താണെന്നാണ് ചോദ്യം. എന്താണ് ആ സിനിമയുടെ പേര്? ഇതുവരെ എന്നാണ് കേട്ടോ, ഇതുവരെ. ഓക്കെ, അപ്പോൾ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ ആസ്പദമാക്കി ഇപ്പോ റീസെന്റ് ഇറങ്ങിയ സിനിമയുടെ പേര് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ഇതുവരെ എന്നാണ് ആ ഒരു സിനിമയുടെ പേര്. അതിന്റെ സംവിധാനം ആരാണെന്ന് അറിയാമോ? അനിൽ തോമസ് ആണ് ഈ പറയുന്ന ഇതുവരെ എന്ന് പറയുന്ന മൂവിയുടെ ഡയറക്ടർ, സംവിധാനം അനിൽ തോമസ് ആണ്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എവിടെയാണ്? കൊച്ചിയിലാണ് ഈ പറയുന്ന ബ്രഹ്മപുരം പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്, കൊച്ചിയിലാണ്. അടുത്ത നമ്മുടെ ഈ പറയുന്ന ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീ അണയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ ഓപ്പറേഷന്റെ പേര് ചോദിച്ചാൽ എന്താണ്? ഓപ്പറേഷൻ സേഫ് ബ്രീത്ത് എന്നാണ് കേട്ടോ. കാരണം എന്താണ്? ഒരുപാട് പേർക്ക് സഫോക്കേഷൻ അല്ലെങ്കിൽ ശ്വാസം മുട്ടലൊക്കെ ഉണ്ടായല്ലേ ഈ പറയുന്ന ബ്രഹ്മപുരത്തെ വിഷപ്പുക ശ്വസിച്ച് ഒരുപാട് പേർക്ക് ശ്വാസം മുട്ടലൊക്കെ ഉണ്ടായി. അപ്പൊ ബ്രഹ്മപുരത്തെ മാലിന്യ പ്ലാന്റിൽ തീ അണയ്ക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കിയ ഓപ്പറേഷന്റെ പേര് ചോദിച്ചാൽ ഓപ്പറേഷൻ സേഫ് ബ്രീത്ത് എന്നാണ്. സേഫ് ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ സേഫ് ബ്രീത്ത് ആണ്. ബ്രഹ്മപുരത്തെ മാലിന്യ പ്ലാന്റിലെ ഭക്ഷണ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് കൊച്ചി കോർപ്പറേഷൻ കൊണ്ടുവന്ന ജീവിയുടെ പേര് ചോദിച്ചാൽ നമുക്ക് എന്താ അറിയാം? ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ അല്ലെങ്കിൽ പട്ടാളപ്പുഴു എന്നാണ് കേട്ടോ. ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ അല്ലെങ്കിൽ പട്ടാളപ്പുഴു എന്നാണ് ആ ഒരു ജീവിയുടെ പേര്. ഓക്കെ, അപ്പൊ എന്തായാലും ഇത്രയും പോയിന്റുകൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന ബ്രഹ്മപുരം ഇഷ്യൂമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കുക. ബ്രഹ്മപുരത്തെ മാലിന്യ പ്ലാന്റ് വിഷയത്തെ ആസ്പദമാക്കി അടുത്തിടെ പുറത്തിറങ്ങിയ സിനിമയുടെ പേര് എന്താണെന്ന് ചോദിച്ചാൽ അത് ഇതുവരെ എന്നാണ്. സംവിധാനം ആരാണ്? അനിൽ തോമസ് ആണ്. ബ്രഹ്മപുരം പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. ഈ പറയുന്ന ബ്രഹ്മപുരത്തെ തീ അണയ്ക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കിയ ഓപ്പറേഷന്റെ പേരാണെന്ത്? ഓപ്പറേഷൻ സേഫ് ബ്രീത്ത്. ബ്രഹ്മപുരത്തെ മാലിന്യ പ്ലാന്റിലെ ഭക്ഷണ മാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് കൊച്ചി കോർപ്പറേഷൻ കൊണ്ടുവന്ന ജീവിയുടെ പേരാണ് ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ. ഓക്കെ അല്ലേ? അപ്പോ ആദ്യത്തെ ഒരു ചോദ്യം റിലേറ്റഡ് ആയിട്ടുള്ള 5 ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പൊ തന്നെ പഠിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. 7ാമത് കാക്കനാടൻ പുരസ്കാരത്തിന് 2024 അർഹനായത് ആരാണ്? 7ാമത് കാക്കനാടൻ പുരസ്കാരത്തിന് 2024 അർഹനായത് ആരെന്നാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. ആരാണ്? VG തമ്പിയാണ് കേട്ടോ. അപ്പൊ VG തമ്പിയാണ് 2024 കാക്കനാടൻ പുരസ്കാരത്തിന്, 7ാമത് കാക്കനാടൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? VG തമ്പിയാണ്. അദ്ദേഹത്തിന്റെ ഇതം പാരമിതം, എന്താണ് ഇതം പാരമിതം എന്ന് പറയുന്ന നോവലിനാണ് ഈ ഒരു പുരസ്കാരം കിട്ടുന്നത് കേട്ടോ. അപ്പൊ 7ാമത് കാക്കനാടൻ പുരസ്കാരം കിട്ടുന്നത് VJ തമ്പി, അദ്ദേഹത്തിന്റെ ഇതം പാരമിതം. അപ്പൊ നമുക്ക് അടുത്ത 3ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതിന് മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നമ്മുടെ ചാനലിൽ നിലവിൽ ഇപ്പോൾ സിവിൽ പോലീസ് ഓഫീസറിന്റെയും അതുപോലെ തന്നെ നമ്മുടെ വിമൻ സിവിൽ പോലീസ് ഓഫീസറിന്റെയും ക്ലാസ്സുകൾ എടുത്തു വരുന്നുണ്ട്. ഈ പറയുന്ന CPO WCPയുടെ പരീക്ഷയും നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ പഠിച്ചാൽ പോലും നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും നിങ്ങൾ നമ്മുടെ CPO WCPO കോഴ്സിലേക്ക് ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. 500 രൂപയാണ് പേയ്മെന്റ് എന്ന് പറയുന്നത്. പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്: 9961116927. ഈ നമ്പറിലേക്ക് എന്ത് ചെയ്യുക, 500 രൂപ പേയ്മെന്റ് ചെയ്ത ശേഷം ആ സ്ക്രീൻഷോട്ട് ഇതേ നമ്പറിലേക്ക് തന്നെ വാട്സപ്പിൽ പേയ്മെന്റ് ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പിൽ ആ സ്ക്രീൻഷോട്ട് കൂടി അയച്ചു തരിക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, നമ്മുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. ഗ്രൂപ്പിനകത്ത് ഇതുവരെ നമ്മുടെ CPO ആയിട്ട് ബന്ധപ്പെടുത്തി എടുത്തിട്ടുള്ള എല്ലാ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസിന്റെ നോട്ട്സും അതുപോലെ തന്നെ മോഡൽ എക്സാംസും മോക്ക് ടെസ്റ്റുകളും ഒക്കെ ഈ പറയുന്ന ഗ്രൂപ്പിനകത്താണ് കൊടുക്കുന്നത്. അപ്പൊ മാക്സിമം എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ LDC LGSന്റെ ക്ലാസ്സുകൾ എടുത്തു വരുന്നുണ്ട്. LDCയുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 200 രൂപ മാത്രമേ ഉള്ളൂ. അതും ഈ സെയിം നമ്പറിലേക്ക് തന്നെയാണ് പേയ്മെന്റ് ചെയ്യാനുള്ളത്. പേയ്മെന്റ് ചെയ്തിട്ട് ഇതേ നമ്പറിലേക്ക് തന്നെ വാട്സപ്പിൽ ആ പേയ്മെന്റ് സ്ക്രീൻഷോട്ട് അയച്ചാൽ നിങ്ങൾ നമ്മുടെ LDC 2024 ബാച്ചിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും മാക്സിമം എന്ത് ചെയ്യുക, LDC CPO ഒക്കെ എഴുതുന്നവരെ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത ചോദ്യം, നമ്മുടെ 3ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2024 റിപ്പോർട്ട് പ്രകാരം
ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആയുധ ഇറക്കുമതിയുള്ള രാജ്യം ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. എങ്ങനെയാണ്? സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ചിന്റെ 2024 റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആയുധം ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. എന്നാൽ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വിതരണം ചെയ്യുന്ന ആരാണെന്ന് അറിയാമോ? അത് റഷ്യയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വെപ്പൺസ് കൊടുക്കുന്ന ആരാണ്? അത് റഷ്യയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, 4ാമത്തെ ചോദ്യം. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ അല്ലെങ്കിൽ VISL, അപ്പോൾ VISLന്റെ ഫുൾ ഫോം എന്താണ്? വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ്, VISLന്റെ പുതിയ CEO അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിന്റെ പേര് ചോദിച്ചാൽ ശ്രീകുമാർ K നായർ ആണെന്ന് അറിഞ്ഞിരിക്കുക. ശ്രീകുമാർ K നായരാണ് നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ പുതിയ CEO. ആരാണ്? നമ്മുടെ ശ്രീകുമാർ K നായരാണ്. എന്നാൽ നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ MD ആരാണെന്ന് അറിയുമോ? മാനേജിംഗ് ഡയറക്ടർ ദിവ്യ S അയ്യർ ആണ് കേട്ടോ. ദിവ്യ S അയ്യർ IAS ആണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിന്റെ നിലവിലത്തെ MD എന്ന് പറയുന്നത്. ദിവ്യ S അയ്യർ ആണ്. നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിലെത്തിയ ആദ്യത്തെ കപ്പലിന്റെ പേര് നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഷെൻഹുവ 15 എന്നാണ്. ഷെൻഹുവ 15 എന്നാണ് വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യത്തെ കപ്പലിന്റെ പേരെന്താണ്? ഷെൻഹുവ 15. ഷെൻഹുവ 15. കേരളത്തിലെ നിലവിലത്തെ തുറമുഖ വകുപ്പ് മന്ത്രി ആരാണ്? വാസവനാണ് കേട്ടോ. VN വാസവനാണ് നിലവിലത്തെ കേരളത്തിലെ തുറമുഖ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഒന്ന് വളരെ വ്യക്തമായി തന്നെ അറിഞ്ഞിരിക്കുക. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് അല്ലെങ്കിൽ VISLന്റെ നിലവിലത്തെ CEO ആരെന്ന് ചോദിച്ചാൽ അത് ശ്രീകുമാർ K നായരാണ്. അതിന്റെ നിലവിലത്തെ MD ദിവ്യ S അയ്യരാണെന്ന് അറിഞ്ഞിരിക്കുക. വിഴിഞ്ഞം തുറമുഖത്തിന് ആദ്യത്തെ കപ്പൽ ഏതാണ്? ഷെൻഹുവ 15 ആണ്. നിലവിലത്തെ തുറമുഖ വകുപ്പ് മന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് VN വാസവനാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ വേറെ സംശയങ്ങളൊന്നും ഇല്ല. ഓക്കെ ആണെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ 5ാമത്തെ ചോദ്യം. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് ആരെന്ന് ചോദിച്ചാൽ അത് സക്കറിയാണ്. ആരാണ്? സക്കറിയാണ്. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന്റെ ജേതാവ് ആരാണ്? സക്കറിയാണ്. ഈ മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക ചോദിച്ചാൽ അത് 3 ലക്ഷം രൂപയാണ്. 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് സേതു ആണ്. അപ്പൊ 2023 ആരാണ്? സക്കറിയാണ്. 2022 ആരാണ്? സേതു ആണ് കേട്ടോ. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സമ്മാനത്തുക 3 ലക്ഷം രൂപയാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ 5 ചോദ്യങ്ങൾ നമ്മൾ ഒന്നും കൂടി ഒന്ന് റിവൈൻഡ് ചെയ്യുകയാണ്. ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ എല്ലാവരും നമ്മുടെ ഒന്നാമത്തെ നിങ്ങളുടെ ക്വിസ് ക്വസ്റ്റ്യന്റെ ഉത്തരം നിങ്ങൾ കമന്റ് ആയിട്ട് ഇട്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇനിയും നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഇപ്പൊ തന്നെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇടുക. അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇടുക. ഇനിയും കറണ്ട് അഫയേഴ്സ് വീഡിയോസ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അതുകൂടി എന്ത് ചെയ്യുക? ഒന്ന് പറയുക കേട്ടോ. അപ്പോ നമുക്ക് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം നമ്മൾ പറഞ്ഞ എന്താണ്? ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ ആസ്പദമാക്കി വന്ന സിനിമയുടെ പേര് ചോദിച്ചാൽ അതെന്താണ്? ഇതുവരെ എന്നാണ്. സംവിധാനം അനിൽ തോമസ് ആണ്. മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന കൊച്ചിയിലാണെന്ന് പറഞ്ഞു. ഇവിടുത്തെ തീ അണയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സേഫ് ബ്രീത്ത്. അവിടുത്തെ മാലിന്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി കൊച്ചി കോർപ്പറേഷൻ കൊണ്ടുവന്ന ജീവിയുടെ പേരാണ് ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ എന്ന് പറഞ്ഞു. 7ാമത് കാക്കനാടൻ പുരസ്കാരം 24 കിട്ടിയത് VJ തമ്പിയാണ്. അദ്ദേഹത്തിന്റെ ഇതം പരാമിതം. അപ്പൊ ആ ഒരു നോവലിനാണ് എന്ത് ചെയ്യുന്നത്? VJ തമ്പിക്ക് കാക്കനാടൻ പുരസ്കാരം ലഭിക്കുന്നത്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് അനുസരിച്ചുകൊണ്ട് 2024 റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യയും ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വിതരണം ചെയ്യുന്നത് റഷ്യയുമാണ്. പിന്നെ പറഞ്ഞു നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ CEO ആരാണ്? ശ്രീകുമാർ K നായരാണ്. അതിന്റെ MD എന്ന് പറയുന്നത് ദിവ്യ S അയ്യരാണ്. അതുപോലെ തന്നെ ആദ്യത്തെ കപ്പലിന്റെ പേര് ഷെൻഹുവ 15 എന്നാണ്. കേരളത്തിലെ നിലവിലത്തെ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവനാണ്. 23 മാതൃഭൂമി മാതൃഭൂമി സാഹിത്യ പുരസ്കാരം കിട്ടുന്നത് സക്രിയയ്ക്കാണ്. അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അത് എത്ര ലക്ഷം രൂപയാണ്? 3 ലക്ഷം രൂപയാണ്. 22 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം കിട്ടുന്നത് സേതുവിനാണെന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ 6ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 33ാമത് സരസ്വതി സമ്മാൻ പുരസ്കാരം 2023 കിട്ടിയത് ആർക്കാണെന്ന് ചോദിച്ചാൽ പ്രഭാവർമ്മയ്ക്കാണ്. പ്രഭാവർമ്മ നമുക്കറിയാം മലയാളത്തിലെ സാഹിത്യകാരിയാണ്. ആരാണ് പ്രഭാവർമ്മ എന്ന് പറയുന്നത്. അപ്പൊ പ്രഭാവർമ്മയ്ക്കാണ് എന്ത് കിട്ടുന്നത്? 2023 33ാമത് സരസ്വതി സമ്മാൻ കിട്ടുന്ന ആർക്കാണ്? പ്രഭാവർമ്മയ്ക്കാണ്. പ്രഭാവർമ്മയുടെ കൃതിയുടെ പേരെന്താണ്? രൗദ്ര സാത്വികം എന്നാണ്. രൗദ്ര സാത്വികം. അപ്പൊ പുസ്തകത്തിന്റെ പേരെന്ന് ഓർത്തു വെച്ചേക്കുക.
സരസ്വതി സമ്മാൻ പ്രഭാവർമ്മയ്ക്ക് 2023 കിട്ടുന്നു. പുസ്തകത്തിന്റെ പേരാണ് രൗദ്ര സാത്വികം. കേട്ടോ. അടുത്ത ചോദ്യമാണ് കെ ബിർള ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ചോദ്യമല്ല, അടുത്ത പോയിന്റ് ആണ്. കെ ബിർള ഫൗണ്ടേഷൻ ഏർപ്പെടുത്തുന്ന സാഹിത്യത്തിനുള്ള രാജ്യത്തിലെ പ്രധാന പുരസ്കാരമാണ് എന്ത്? സരസ്വതി സമ്മാൻ അല്ലെ. അപ്പോൾ കെ ബിർള ഫൗണ്ടേഷൻ ഏർപ്പെടുത്തുന്ന സാഹിത്യത്തിനുള്ള രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരമാണ് എന്ത്? നമ്മുടെ സരസ്വതി സമ്മാനം. അതിന്റെ സമ്മാനത്തുക ചോദിച്ചാൽ 15 ലക്ഷം രൂപയാണ്. 15 ലക്ഷം രൂപയാണ് സരസ്വതി സമ്മാനത്തിന്റെ സമ്മാനത്തുക എന്ന് പറയുന്നത്. 32ാമത് നമ്മൾ നേരത്തെ പറഞ്ഞത് 33ാമത്തെ സരസ്വതി സമ്മാനം 2023 കിട്ടുന്നത് പ്രഭാവർമ്മ രൗദ്ര സാത്വികമാണ്. എന്നാൽ 32ാമത്തെ ആർക്കാണെന്ന് അറിയാമോ? 32ാമത്തെ സരസ്വതി സമ്മാനം കിട്ടുന്നത് 2022 കിട്ടുന്ന ആർക്കാണ്? ശിവശങ്കരിക്കാണ്. കൃതി എന്താണ്? സൂര്യവംശം. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. 32ാമത് പുരസ്കാരം കിട്ടുന്നത് 2022 സരസ്വതി സമ്മാനം കിട്ടുന്ന ആർക്കാണ്? ശിവശങ്കരി, സൂര്യവംശം. 2021 ആർക്കാണ് 31ാമത്തെ പുരസ്കാരം? 2021 കിട്ടുന്ന ആർക്കാണ് സരസ്വതി സമ്മാനം? രാംദർശ് മിശ്രയാണ്. കൃതിയുടെ പേരെന്താണ്? മെയിൻ ടു യാൻ ഹൺ ആണ് കേട്ടോ. മെയിൻ ടു യാൻ ഹൺ എന്ന് പറയുന്ന ഒരു കൃതിക്കാണ് എന്ത് കിട്ടുന്നത്? രാംദർശ് മിശ്രയ്ക്ക് കിട്ടുന്നത് മെയിൻ ടു യാൻ ഹൺ എന്നാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇത്രയും എന്ത് ചെയ്യുക? സരസ്വതി സമ്മാനമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പഠിച്ചു വെച്ചേക്കുക. അപ്പൊ പറഞ്ഞത് 33ാമത്തെ സരസ്വതി സമ്മാനം പ്രഭാവർമ്മ രൗദ്ര സാത്വികം. അതുപോലെ തന്നെ 15 ലക്ഷം രൂപയാണ് സമ്മാനത്തുക എന്ന് പറയുന്നത്. 32ാമത്തെ ആർക്കാണ്? ശിവശങ്കരിക്കാണ്, സൂര്യവംശം. 31ാമത്തെ ആർക്കാണ്? രാംദർശ് മിശ്രയാണ്, മെയിൻ ടു യാൻ ഹൺ എന്ന് പറയുന്ന കൃതിക്കാണ് എന്ത് ചെയ്യുന്നത്? 2021 രാംദർശ് മിശ്രയ്ക്ക് സരസ്വതി സമ്മാനം കിട്ടുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ സരസ്വതി സമ്മാനം ലഭിച്ച മറ്റ് മലയാളികൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ ബാലാമണി അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ട്. 1995 ബാലാമണി അമ്മയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സരസ്വതി സമ്മാനം കിട്ടുന്നുണ്ട്. അയ്യപ്പ പണിക്കറിന് 2005 കിട്ടുന്നുണ്ട്. സുഗതകുമാരിക്ക് 2012 കിട്ടുന്നുണ്ട്. അപ്പൊ സുഗതകുമാരിക്ക് കിട്ടുന്ന വർഷം എന്ന് പഠിച്ചു വെച്ചേക്കണേ. കാര്യം സുഗതകുമാരി റീസെന്റ് ആയിട്ട് മരിച്ചൊരു വ്യക്തി ആയതുകൊണ്ട് അതൊന്ന് പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ സരസ്വതി സമ്മാനം കിട്ടുന്നത് ബാലാമണിയമ്മയ്ക്ക് 95 കിട്ടുന്നുണ്ട്. അയ്യപ്പ പണിക്കറിന് 2005 കിട്ടുന്നുണ്ട്. സുഗതകുമാരിക്ക് 2012 കിട്ടുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ സരസ്വതി സമ്മാനവും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? വ്യക്തമായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കുക. ജസ്റ്റ് ചോദ്യോത്തരവും പറഞ്ഞുകൊണ്ട് കാര്യമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾക്ക് അത് അത്രയും യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി പോയിന്റുകൾ കൂടി ഉൾപ്പെടുത്തുന്നത് കേട്ടോ ഈ ക്ലാസ്സിനകത്ത്. അപ്പൊ എന്തായാലും മാക്സിമം ക്ലാസ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്ത 7ാമത്തെ ചോദ്യം, ദേശീയ അന്വേഷണ ഏജൻസി അല്ലെങ്കിൽ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA കേരളത്തിലെ പുതിയ ഓഫീസ് സ്ഥാപിതമാകുന്നത് കളമശ്ശേരിയിലാണ്. എന്താണ്? നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, ദേശീയ അന്വേഷണ ഏജൻസിയുടെ കേരളത്തിലെ പുതിയ ഓഫീസ് എവിടെയുണ്ട്? അത് കളമശ്ശേരിയിലാണ്. ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് കോഡ് ഗ്രേ പ്രോട്ടോകോൾ. എന്താണ് കോഡ് ഗ്രേ പ്രോട്ടോകോൾ? അപ്പൊ എന്താണ് കോഡ് ഗ്രേ പ്രോട്ടോകോൾ? ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് കോഡ് ഗ്രേ പ്രോട്ടോകോൾ അവതരിപ്പിച്ച സംസ്ഥാനം ചോദിച്ചാൽ കേരളമാണ് കോഡ് ഗ്രേ പ്രോട്ടോകോൾ അവതരിപ്പിക്കുന്നത്. കൂടാതെ ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. 200 കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ മലയാള സിനിമ ഏതാണ്? മഞ്ഞുമേൽ ബോയ്സ് ആണ് അല്ലെ. നിങ്ങൾ എല്ലാവരും അറിഞ്ഞതാണ്. 200 കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ മലയാള സിനിമയുടെ പേര് ചോദിച്ചാൽ അത് മഞ്ഞുമേൽ ബോയ്സ് ആണ്. അതിന്റെ സംവിധാനം ആരാണ്? ചിദംബരം S. പൊതുവാളാണ് സംവിധാനം. എന്നാൽ 100 കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യത്തെ മലയാള സിനിമ ഏതാണ്? പുലിമുരുകനാണ് അല്ലെ. അപ്പൊ അതിന്റെ ഡയറക്ടർ ആരായിരുന്നു? വൈശാഖ ആയിരുന്നു. ഓക്കെ. അപ്പൊ 200 കോടി മഞ്ഞുമേൽ ബോയ്സും 100 കോടി ആണെങ്കിൽ പുലിമുരുകൻ. ഓക്കെ. മഞ്ഞുമേൽ ബോയ്സിന്റെ ഡയറക്ടറിന്റെ പേരെന്താണ്? ചിദംബരം S. പൊതുവാൾ എന്നാണ്. നമ്മുടെ പുലിമുരുകന്റെ ആണെങ്കിൽ അത് വൈശാഖാണ് കേട്ടോ. വൈശാഖ. ഓക്കെ. അടുത്ത 10ാമത്തെ ചോദ്യം, RBIയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 90ാമത് വാർഷികത്തോടനുബന്ധിച്ച് സർക്കാർ പുറത്തിറക്കുന്ന നാണയം ഏതെന്ന് ചോദിച്ചാൽ 90 രൂപയുടെ നാണയമാണ് കേട്ടോ. അപ്പൊ 90 രൂപയുടെ നാണയമാണ് എന്ത് ചെയ്യുന്നത്? റിസർവ് ബാങ്ക് 90ാമത്തെ വർഷം അല്ലെങ്കിൽ 90ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കുന്നത് 90 രൂപയുടെ നാണയമാണ്. അപ്പോൾ RBI രൂപീകൃതമാകുന്നത് എപ്പോഴാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 1935 ഏപ്രിൽ 1 അല്ലെ. ഏപ്രിൽ 1 RBI രൂപീകൃതമാകുന്നു. എന്നാൽ ഇത് 1949 ജനുവരി 1 എന്ത് ചെയ്യുന്നു? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിക്കുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് മുംബൈ ആണ്. ആദ്യത്തെ ആസ്ഥാനം എവിടെയായിരുന്നു? കൊൽക്കത്തയിലായിരുന്നു. 1935 മുതൽ 37 വരെ 2 വർഷം നമ്മുടെ കൊൽക്കത്തയായിരുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നത്തിലുള്ള മൃഗം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കടുവയാണ്. RBIയുടെ ചിഹ്നത്തിലുള്ള വൃക്ഷം ചോദിച്ചാൽ അത് ഏതാണ്? എണ്ണപ്പനയാണ് അല്ലെ. എണ്ണപ്പനയാണ്. ഓക്കെ. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പൊ നമ്മളിപ്പോ 10 ചോദ്യങ്ങളാണ് കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പഠിച്ചത്. അപ്പൊ നമ്മൾ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ 5 ചോദ്യങ്ങൾ നമുക്ക് ഒന്നും കൂടി റിവൈസ് ചെയ്യാം. ഞാൻ ഈ 5 ചോദ്യങ്ങൾ വെച്ച് റിവൈസ് ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് അത്രയും മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ 33ാമത്തെ സരസ്വതി സമ്മാനം കിട്ടുന്ന ആർക്കാണ്? പ്രഭാവർമ്മ മലയാളം, രൗദ്ര സാത്വികം പുസ്തകത്തിന്റെ പേര്.
15 ലക്ഷം രൂപയാണ് ഇതിന്റെ സമ്മാന തുക. 32ാമത്തെ സരസ്വതി സമ്മാനം അല്ലെങ്കിൽ 2022 സരസ്വതി സമ്മാനം ശിവശങ്കരി സൂര്യവംശം. 2021 സരസ്വതി സമ്മാനം രാംദർശി മിശ്ര മെയിൻ ടു യാൻഹൻ എന്ന് പറയുന്ന കൃതിക്കാണ്. സരസ്വതി സമ്മാനം കിട്ടുന്ന ബാക്കി മലയാളികൾ ആരൊക്കെയാണ്? ബാലാമണിയമ്മയ്ക്ക് 95 കിട്ടുന്നു, കെ അയ്യപ്പ പണിക്കറിന് 2005 കിട്ടുന്നു, സുഗതകുമാരിക്ക് 2012 കിട്ടുന്നു. നമ്മുടെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ കേരളത്തിലെ പുതിയ ഓഫീസ് ചോദിച്ചാൽ നമ്മുടെ എവിടെയാണ്? കളമശ്ശേരിയിലാണ്. ആരോഗ്യ പ്രവർത്തകരുടെയും ആശുപത്രികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് കോഡ് ഗ്രേ പ്രോജക്ട് കൊണ്ടുവന്ന അല്ലെങ്കിൽ കോഡ് ഗ്രേ പ്രോട്ടോകോൾ കൊണ്ടുവന്ന സംസ്ഥാനം ചോദിച്ചാൽ കേരളമാണ്. 200 കോടി കയറുന്ന മലയാള സിനിമ ചോദിച്ചാൽ അത് മഞ്ഞുമേൽ ബോയ്സ് ആണ്. ചിദംബരം എസ് പൊതുവാളാണ് ഡയറക്ടർ. 100 കോടിയിൽ കയറുന്ന ആദ്യത്തെ സിനിമയാണ് പുലിമുരുകൻ. വൈശാഖനാണ് ഇതിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 90ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കുന്ന നാണയം ചോദിച്ചാൽ അത് ഏതാണ്? 90 രൂപ നാണയമാണ്. 1935 ഏപ്രിൽ 1 രൂപീകരിക്കുന്നു. 1949 ജനുവരി 1 ദേശസാൽക്കരിക്കുന്നു. ആസ്ഥാനം മുംബൈ ആണ്. ആദ്യ ആസ്ഥാനം കൊൽക്കത്തയായിരുന്നു 35 മുതൽ 37 വരെ. ഇതിന്റെ RBIയുടെ ചിഹ്നത്തിലുള്ള മൃഗം കടുവയാണ്. RBIയുടെ ചിഹ്നത്തിലുള്ള വൃക്ഷം ചോദിച്ചാൽ അത് എണ്ണപ്പനയാണ് അല്ലെ. അടുത്ത ചോദ്യം 11ാമത്തെ ചോദ്യമാണ്. സ്ഥാനാർത്ഥികൾക്ക് ക്രിമിനൽ റെക്കോർഡ് ഉണ്ടോ എന്ന് വോട്ടർമാർ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ആപ്ലിക്കേഷന്റെ പേരാണ് നോ യുവർ കാൻഡിഡേറ്റ് എന്നാണ് കേട്ടോ. അപ്പോ സ്ഥാനാർത്ഥികൾക്ക് എന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമോ ക്രിമിനൽ റെക്കോർഡൊക്കെ ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ആർക്ക് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്? നമ്മുടെ സാധാരണ ആൾക്കാർക്ക് അല്ലെങ്കിൽ വോട്ടർമാർക്ക് തന്നെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കിയ ആപ്ലിക്കേഷന്റെ പേര് ചോദിച്ചാൽ അത് നോ യുവർ കാൻഡിഡേറ്റ് എന്നാണ് ആ ഒരു ആപ്ലിക്കേഷന്റെ പേര്. 12ാമത്തെ ചോദ്യമാണ്. മനുഷ്യക്കടത്ത് തടയുക എന്ന ലക്ഷ്യത്തോടു കൂടി ദേശീയ വനിതാ കമ്മീഷനുമായി ധാരണാപത്രം ഒപ്പുവെച്ച സേനാ വിഭാഗം ചോദിച്ചാൽ എന്താണ്? മനുഷ്യക്കടത്ത് തടയുന്നതിന് വേണ്ടിയിട്ട് ദേശീയ വനിതാ കമ്മീഷനുമായിട്ട് ധാരണാപത്രം ഒപ്പുവെച്ച സേനാ വിഭാഗത്തിന്റെ പേരാണ് എന്ത്? RPF അല്ലെങ്കിൽ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്. RPFന്റെ നിലവിലത്തെ ഡയറക്ടർ ജനറൽ ആരാണെന്ന് അറിയാമോ? മനോജ് യാദവ് ആണെന്ത് നിലവിലത്തെ RPFന്റെ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത്. ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ ആരാണ്? രേഖാ ശർമ്മയാണ് അല്ലെ, ചോദിക്കുന്നതാണ്. അപ്പൊ മനുഷ്യക്കടത്ത് തടയുന്നതിന് വേണ്ടിയിട്ട് വനിതാ കമ്മീഷനും RPFും കൂടിയാണ് എന്ത് ചെയ്തത്? നിലവിലെ ഇപ്പോൾ ധാരണാപത്രം ഒപ്പുവെച്ചത്. RPFന്റെ ഡയറക്ടർ ജനറൽ മനോജ് യാദവും ദേശീയ വനിതാ കമ്മീഷന്റെ ആണെങ്കിൽ അത് രേഖാ ശർമ്മയോ ആണ്. വേൾഡ് ടെലികോം സ്റ്റാൻഡേർഡ്സ് അസംബ്ലി 2024 വേദി ചോദിച്ചാൽ അത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് അല്ലെ. വേൾഡ് ടെലികോം സ്റ്റാൻഡേർഡൈസേഷൻ അസംബ്ലി 2024 വേദി ചോദിച്ചാൽ ന്യൂഡൽഹിയാണ്. വേൾഡ് ടെലികോം സ്റ്റാൻഡേർഡൈസേഷൻ അസംബ്ലി 2024 വേദിയാണ് ന്യൂഡൽഹി എന്ന് പറയുന്നത്. വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഹിമാചൽ പ്രദേശിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച ക്യാമ്പയിന്റെ പേരാണ് മിഷൻ 414. എന്താണ്? വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഹിമാചൽ പ്രദേശിൽ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ആരംഭിച്ച ക്യാമ്പയിന്റെ പേരാണ് മിഷൻ 414 എന്ന് പറയുന്നത്. നമ്മുടെ ഹിമാചൽ പ്രദേശിന്റെ നിലവിലത്തെ മുഖ്യമന്ത്രി ആരാണ്? സുഖ്വീന്ദർ സിംഗ് സുഖു ആണ് കേട്ടോ. സുഖ്വീന്ദർ സിംഗ് സുഖു ആണ്. ഹിമാചൽ പ്രദേശിൽ നല്ല സുഖമല്ലേ? അപ്പൊ സുഖ്വീന്ദർ സിംഗ് സുഖു ആണ് നിലവിലത്തെ ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. അടുത്ത നമ്മുടെ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു പോയിന്റ് ആണ്. 2024 ഹാപ്പിനെസ് ഇൻഡെക്സിൽ 1ാം സ്ഥാനമുള്ള രാജ്യം ഏതാണ്? ഫിൻലൻഡ് ആണ്. തുടർച്ചയായി 7 തവണ എന്ത് ചെയ്യുന്നു? ഫിൻലൻഡ് വരുന്നു. അപ്പൊ ആദ്യമുള്ളത് ആർക്കാണ്? ഫിൻലൻഡ് ആണ്. ഹാപ്പിനെസ് ഇൻഡെക്സ്, വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് ലോക സന്തോഷ സൂചികയിൽ 1ാം സ്ഥാനത്തുള്ളത് ഫിൻലൻഡ് ആണ്. 2ാം സ്ഥാനത്തുള്ളത് ഡെൻമാർക്ക് ആണ്. 3ാം സ്ഥാനത്തുള്ളത് ഐസ്ലൻഡ് ആണ് കേട്ടോ. 3ാം സ്ഥാനത്തുള്ള ഐസ്ലൻഡ് ആണ്. ഇന്ത്യ ഉള്ളത് എവിടെയാണ്? 126ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഏറ്റവും അവസാനം 143ാം സ്ഥാനമുള്ളത് ആർക്കാണ്? അഫ്ഗാനിസ്ഥാനാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ പോയിന്റുകൾ പഠിച്ചു തന്നെ പോവുക. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ 1ാം സ്ഥാനം ഫിൻലൻഡ് ഡെൻമാർക്ക് ഐസ്ലൻഡ്. 1 2 3 ഫിൻലൻഡ് ഡെൻമാർക്ക് ഐസ്ലൻഡ്. പിന്നെ നമ്മുടെ ഇന്ത്യ 126 ഇന്ത്യയാണ്. 143 ആണെങ്കിൽ അത് അഫ്ഗാനിസ്ഥാനാണ്. ഓക്കെ. അടുത്ത ചോദ്യം. അടുത്തിടെ ഓസ്ട്രേലിയയുടെ വടക്കൻ പ്രദേശങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റിന്റെ പേരാണ് മേഗൻ. എന്താണ്? അടുത്തിടെ ഓസ്ട്രേലിയയുടെ വടക്കൻ പ്രദേശങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ അതെന്താണ്? മേഗൻ എന്നാണ് ആ ഒരു ചുഴലിക്കാറ്റിന്റെ പേര്. ലോകത്ത് ആദ്യമായിട്ട് പന്നിയുടെ വൃക്ക മനുഷ്യനിൽ വച്ചുപിടിപ്പിക്കുന്ന ഏത് രാജ്യത്തെ ഡോക്ടർമാരാണ്? അമേരിക്കയാണ് അല്ലെ. ലോകത്തിൽ ആദ്യമായിട്ട് പന്നിയുടെ വൃക്കയും ലോകത്തിൽ ആദ്യമായിട്ട് പന്നിയുടെ ഹൃദയവും ഒക്കെ മനുഷ്യന്മാരിൽ വച്ചുപിടിപ്പിച്ച ഡോക്ടർമാർ എവിടത്തെയാണ്? അമേരിക്കയിലെ ഡോക്ടർമാരാണ്. അതുപോലെ തന്നെ ഏവിയേഷൻ വീക്ക് ലോറൈറ്റ്സ് അവാർഡ്. എന്താണ്? ഏവിയേഷൻ വീക്ക് ലോറൈറ്റ്സ് അവാർഡ് 2024 കിട്ടുന്ന സ്ഥാപനം ചോദിച്ചാൽ ഏവിയേഷൻ എന്നുള്ളത് കൊണ്ട് തന്നെ അത് ISRO ആയിരിക്കും അല്ലെ. അപ്പൊ ഏവിയേഷൻ വീക്ക് ലോറൈറ്റ്സ് അവാർഡ് 2024
2024 കിട്ടുന്ന ആർക്കാണ്? ISROയ്ക്കാണ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിനാണ് ഈ ഒരു അവാർഡ്, ഏവിയേഷൻ ലോറേറ്റ്സ് അവാർഡ് എന്ത് ചെയ്യുന്നത്? ISROയ്ക്ക് കിട്ടുന്നത്. ISROയുടെ ഫുൾ ഫോം നിങ്ങൾക്കറിയാം, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നാണ്. ISRO സ്ഥാപിതമാകുന്നത് 1969-ലാണ്. ISROയുടെ ആസ്ഥാനം ബാംഗ്ലൂരു അന്തരീക്ഷ ഭവനാണ് അല്ലെ, അന്തരീക്ഷ ഭവനാണ്. ചെയർമാൻ നിലവിലെത്തത് എസ് സോമനാഥ് ആണ് അല്ലെ, എസ് സോമനാഥ് ആണ്. ഓക്കെ, അപ്പൊ ഒന്നും കൂടി പറയാം, ഏവിയേഷൻ ലോറേറ്റ് അവാർഡ് 2024 കിട്ടുന്ന ISRO, ചന്ദ്രയാൻ 3 ദൗത്യത്തിനാണ് കിട്ടുന്നത്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഫുൾ നെയിം ആണ്. 1969 ISRO സ്ഥാപിതമാകുന്നു. ആസ്ഥാനം ബാംഗ്ലൂരിലെ അന്തരീക്ഷ ഭവനാണ്. ചെയർമാൻ നിലവിലെ എസ് സോമനാഥ് ആണ്. അടുത്ത പോയിന്റ് ആണ് 2024 IPL സീസണിലെ ചെന്നൈ സൂപ്പർ കിങ്സ് CSKയിലെ ക്യാപ്റ്റൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ഋതുരാജ് ഗെയ്ക്വാദ് ആണ്. ഇത് പറയാനുള്ള കാര്യം, ഇതെല്ലാവർക്കും അറിയാം, പക്ഷെ പറയാനുള്ള കാര്യം ഒരുപാട് പേർക്ക് സ്പോർട്സുമായിട്ട് വലിയ ബന്ധം കാണത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന് കേൾക്കുമ്പോഴത്തേക്കും ധോണിയെ പറയാനുള്ള ടെൻഡൻസി നമുക്ക് വരും. അതൊന്ന് മാറ്റിയെടുക്കുക. 2024 CSK ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നിലവിലത്തെ ക്യാപ്റ്റൻ ആരെന്ന് ചോദിച്ചാൽ അത് ഋതുരാജ് ഗെയ്ക്വാദ് ആണ്. ഋതുരാജ് ഗെയ്ക്വാദ് ആണ്. മഹേന്ദ്ര സിംഗ് ധോണി ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് പിന്മാറിയതിനെ തുടർന്നാണ് എന്ത് ചെയ്യുന്നത്? ഗെയ്ക്വാദ് ക്യാപ്റ്റൻ ആവുന്നത്. IPL ചെന്നൈയെ 5 കിരീടത്തിലേക്ക് നയിച്ച ക്യാപ്റ്റനാണ് ആര്? MS ധോണി അല്ലെ. CSKക്ക് 5 കിരീടങ്ങൾ കിട്ടുന്നുണ്ട്, 5 കിരീടങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ 5 കിരീടങ്ങൾ ആരുടെ ലീഡർഷിപ്പിലാണ് കിട്ടുന്നത്? MS ധോണിയുടെ ക്യാപ്റ്റൻഷിപ്പിലാണ് നമുക്ക് കിട്ടുന്നത്. ഏതൊക്കെ വർഷമാണ്? 2010, 11, 18, 2021, 23 എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ 5 വർഷം, 10, 11, 18, 21, 23 ഇങ്ങനെ 5 കപ്പാണ് എന്ത് ചെയ്യുന്നത്? ചെന്നൈ സൂപ്പർ കിങ്സിന് കിട്ടുന്നത്. IPL ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരവും ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ നയിച്ച താരവും ആരാണ്? MS ധോണിയാണ് കേട്ടോ. അപ്പൊ അതൊരു ചോദ്യമാണ്. IPL ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരവും ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ നയിച്ച താരവും ആരാണ്? MS ധോണിയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ അവസാനത്തെ ചോദ്യം ഇതാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക എന്തെന്ന് ആരാണ്? 2024 പാരീസ് ഒളിമ്പിക്സിൽ, അപ്പോൾ 2024 ഒളിമ്പിക്സ് ഏതാണ്? പാരീസ് ഒളിമ്പിക്സ് ആണ്. ഈ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക എന്തെന്ന് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അജാന്ത ശരത് കമലാണ്. എന്താണ്? അജാന്ത ശരത് കമലാണ്. അദ്ദേഹം ഒരു ടേബിൾ ടെന്നീസ് താരമാണെന്ന് അറിഞ്ഞിരിക്കുക. 2022 ഖേൽരത്ന പുരസ്കാര ജേതാവാണ് ആര്? അജാന്ത ശരത് കമൽ എന്ന് പറയുന്നത്. അപ്പോൾ 2020 ടോക്കിയോ ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ആരാണ്? 4 വർഷം കൂടുമ്പോഴാണ് ഒളിമ്പിക്സ്. 24 അജാന്ത ശരത് കമലാണ്. എന്നാൽ 20 ടോക്കിയോ ഒളിമ്പിക്സിലാണെങ്കിലോ, ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക ഏന്തിയത് എന്ന് വെച്ചാൽ ഉദ്ഘാടന സമയത്ത് പതാക ഏന്തിയത് മേരി കോം ബോക്സിംഗ്, മൻപ്രീത് സിംഗ് ഹോക്കിയാണ് അല്ലെ. മേരി കോം ബോക്സിംഗ്, മൻപ്രീത് സിംഗ് ഹോക്കിയാണ്. എന്നാൽ 2020 ടോക്കിയോ ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ആരാണ്? ബജ്റംഗ് പൂനിയാണ്. ഗുസ്തി താരമാണ് ആര്? ബജ്റംഗ് പൂനിയ. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന 10 ചോദ്യങ്ങൾ, നമ്മൾ 10 ചോദ്യങ്ങൾ ഓൾറെഡി റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത 10 ചോദ്യങ്ങൾ കൂടി നമുക്കൊന്നുകൂടി റിവൈസ് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? RBIയുടെ 90ാമത്തെ വാർഷികം ഓർമ്മയുണ്ടല്ലോ, 90 രൂപ കോയിൻ ആണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ എന്താണ്? സ്ഥാനാർത്ഥികൾക്ക് ക്രിമിനൽ റെക്കോർഡ് ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നോ യുവർ കാൻഡിഡേറ്റ്. മനുഷ്യക്കടത്ത് തടയുന്നതിന് വേണ്ടിയിട്ട് ദേശീയ വനിതാ കമ്മീഷനും അതുപോലെ RPF കൂടി ചേർന്ന ഒരു ധാരണാപത്രം ഒപ്പുവെച്ചിട്ടുണ്ട്. RPFന്റെ ഡയറക്ടർ മനോജ് ജാദവ് ആണ്. ദേശീയ വനിതാ കമ്മീഷന്റെ ആണെങ്കിൽ രേഖാ ശർമ്മയാണ്. അതുപോലെ തന്നെ വേൾഡ് ടെലികോം സ്റ്റാൻഡർഡൈസേഷൻ അസംബ്ലിയുടെ വേദി ചോദിച്ചാൽ ന്യൂഡൽഹിയാണ്. വോട്ടിംഗ് ശതമാനം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹിമാചൽ പ്രദേശിൽ കൊണ്ടുവന്ന ഒരു ക്യാമ്പയിന്റെ പേരാണ് എന്ത്? മിഷൻ 414. ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ സുഖ്വീന്ദർ സിംഗ് സുഖുവാണ്. അതുപോലെ തന്നെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ 1ാം സ്ഥാനം ഫിൻലൻഡ്, 2ാം സ്ഥാനം ഡെൻമാർക്ക്, 3ാം സ്ഥാനം ഐസ്ലൻഡ്. ഇന്ത്യക്ക് 126. ഏറ്റവും അവസാനം സ്ഥാനമുള്ളത് ആർക്കാണ്? അഫ്ഗാനിസ്ഥാന് 143 അതുപോലെ ഓസ്ട്രേലിയയുടെ വടക്കൻ പ്രദേശങ്ങളിൽ, എവിടെയാണത്? ഓസ്ട്രേലിയയുടെ വടക്കൻ പ്രദേശങ്ങളിൽ വീശിയ കാറ്റിന്റെ പേരാണ് മേഘൻ. പന്നിയുടെ ഹൃദയവും അതുപോലെ തന്നെ എന്താണ്? പന്നിയുടെ വൃക്കയൊക്കെ മനുഷ്യൻ ഇംപ്ലാന്റ് ചെയ്തത് ഏത് രാജ്യക്കാരാണ്? അമേരിക്കൻ ഡോക്ടർമാരാണ്. അതുപോലെ തന്നെ ഏവിയേഷൻ വീക്ക് ലോറൈറ്റ്സ് അവാർഡ് കിട്ടുന്നത് ISROയ്ക്കാണ്. ചന്ദ്രയാൻ 3 ISRO ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ 69 സ്ഥാപിതമാകുന്നത്. ആസ്ഥാനം ബാംഗ്ലൂരിൽ അന്തരീക്ഷ ഭവനാണ്. ചെയർമാൻ നിലവിലെ S സോമനാഥ് ആണ്. 2019 CSKയുടെ ക്യാപ്റ്റൻ ആരാണ്? ഋതുരാജ് ഗെയ്ക്വാദ് ആണ്. അതുപോലെ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിന് 5 കിരീടമാണ് കിട്ടിയിട്ടുള്ളത്. 10, 11, 18, 21, 23. IPL ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരവും ആര് തന്നെയാണ്? നമ്മുടെ MS ധോണി തന്നെയാണ്. അത് നയിച്ചതും ആര് തന്നെയാണ്? MS ധോണി തന്നെയാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക എന്തെന്നായിരുന്നു ചോദിച്ചാൽ അജാന്ത ശരത് കമലാണ്. ടേബിൾ ടെന്നീസ് താരമാണ്. 2022
ഖേൽരത്ന പുരസ്കാര ജേതാവ് കൂടിയാണ് ആരാണ്? അജാന്ത ശരത് കമലാണ്. എന്നാൽ 2020 ടോക്കിയോ ഒളിമ്പിക്സിലെ ഉദ്ഘാടനത്തിൽ നമ്മുടെ ഇന്ത്യൻ പതാക ഏന്തിയത് മേരി കോമും മൻപ്രീത് സിംഗും. മേരി കോം ബോക്സിംഗ്, മൻപ്രീത് സിംഗ് ഹോക്കിയാണ്. അതുപോലെ തന്നെ 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തുന്നത് ആരാണ്? ബജറംഗ് പൂനിയയാണ്, ഗുസ്തിയാണ് അല്ലെ. അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. അപ്പൊ 20 ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചതെങ്കിലും ഏകദേശം 40-50 പോയിന്റുകൾ നമ്മൾ എന്ത് ചെയ്തു ഇന്നത്തെ ഈ ഒരു വീഡിയോക്കകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ എന്തായാലും ക്ലാസ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ PSC പഠിക്കുന്ന കൂട്ടുകാരിലേക്ക് ഈ ഒരു വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കുക. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ ചോദ്യം ഓർമ്മയുണ്ടല്ലോ, ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ ചോദ്യം. ആ ചോദ്യം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. ഇനിയും നിങ്ങൾ അതിന്റെ ഓപ്ഷൻസ് ഉത്തരങ്ങൾ അറിയില്ല എന്നുണ്ടെങ്കിൽ, ഉത്തരങ്ങൾ കമന്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്ര പേരോ കമന്റ് ചെയ്തോട്ടെ, നിങ്ങൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ അതിൽ ഉറപ്പുവരുത്തുക. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മുടെ CPO കോഴ്സിലേക്കും അതുപോലെ തന്നെ LDC കോഴ്സിലേക്കും ഇനിയും ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിരുന്നു ഉടനെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.